ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചവരുടെ അനുഗ്രഹ സാക്ഷ്യങ്ങളാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ഇരുന്ന് നമ്മൾ ഇത് ശ്രവിക്കണം. പോരാത്തിന് നമ്മളുടെ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നാം ഇവിടെ ഈ സാക്ഷ്യം എഴുതിയവരുടെ പേരുകൾ ആളുകളുടെ സ്വകാര്യതയെ മാനിച്ച് നമ്മൾ പറയുന്നില്ല, എന്നാൽ സാക്ഷ്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ആദ്യമായി ഒരു സഹോദരി എഴുതിയ സാക്ഷ്യമാണ്. സഹോദരി 16/6/2018 ശനിയാഴ്ചയിലെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും വർഷങ്ങളായി അവർക്ക് ഉണ്ടായിരുന്ന ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു. അന്നേ ദിവസം അവർ ഇൻഹെയിലർ എടുക്കാനായിട്ട് മറന്നുപോയി. ധ്യാനം നടക്കവേ മഴ പെയ്തപ്പോൾ അച്ഛൻ ജനലുകളും വാതിലുകളും അടയ്ക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഹാള് നിറച്ച ആളായിരുന്നു. അവർക്കാകെ പേടിയായിപ്പോയി. ഞാൻ ശ്വാസം മുട്ടി താഴെ വീഴുമോ എന്നുള്ളൊരു പേടിയായിപ്പോയി. എന്നാൽ ആ ജനലും വാതിലുകളും അടച്ചതിന് ശേഷവും ആരാധന തീരുന്നത് വരെയും അവർക്ക് ഒരു ശ്വാസ സംബന്ധമായ തടസ്സവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അന്നേ ദിവസത്തെ സന്ദേശത്തിൽ ശ്വാസതടസ്സം ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും ശ്വാസതടസ്സം ഈശോ എടുത്തു മാറ്റുന്നതായുള്ള സന്ദേശം വരികയും ആയത് മുതൽ ഇന്ന് വരെയും ആ സഹോദരിക്ക് ശ്വാസമുട്ടൽ ഉണ്ടായിട്ടില്ലാത്തതായി ആ സഹോദരി സാക്ഷ്യപ്പെടുന്നു. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് ഈശോയ്ക്ക് ആരാധന സമർപ്പിക്കാം. ഹല്ലേലൂയ. വലതുകരം എടുത്തു. വീണ്ടും ഒരു അക്രൈസ്തവ ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. മൗണ്ട് കാർമലിൽ വെച്ചിട്ടുള്ള ശനിയാഴ്ചത്തെ ധ്യാനം ഞാൻ വന്ന് കൂടുകയും ഡാനിയലച്ചൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ നിയോഗങ്ങളും സങ്കടങ്ങളും ബലിപീഠത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. ഞാൻ ആ ബലിയിൽ മാതാവിനോടും ഈശോയോടും കരഞ്ഞു പ്രാർത്ഥിക്കുകയും ആയതിൻ്റെ ഫലമായി ഈശോ എൻ്റെ അച്ഛനെ ചതിച്ച കൂട്ടുകാരനിൽ മാനസാന്തരം വരുത്തി എൻ്റെ അച്ഛനെ ചതിച്ച പണം തിരികെ നൽകി. ആ പണം കൊണ്ട് അച്ഛൻ്റെ ഏറെ നാളത്തെ കടം വീട്ടി തിരികെ ഖത്തറിലേക്ക് പോകുവാൻ ദൈവം അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ കാലിലുണ്ടായിരുന്ന നീരും വേദനയും അന്നത്തെ ബലിയോടുകൂടി പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. കൈയടിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ വീണ്ടും എഴുതിയിരിക്കുന്നു. വേറൊരു സഹോദരനാണ്. സഹോദരൻ തിരുവനന്തപുരത്തു നിന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു. 5 സ്കൂളുകളിലായി 14 വർഷം ഹെഡ് മാസ്റ്ററായി ജോലി നോക്കിയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ മാസം റിട്ടയർമെൻ്റ് ആവുകയായിരുന്നു, പെൻഷൻ. എന്നാൽ ആ പെൻഷൻ്റെ സമയത്ത് ഈ പെൻഷൻ തുക കൂട്ടുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. കാരണം 5 സ്കൂളുകളിലായി 14 വർഷത്തെ ആ സർവീസ് പെൻഷൻ ഈ 5 സ്കൂളുകളിൽ നിന്നും കളക്ട് ചെയ്ത് വേണം ഇവരുടെ പെൻഷൻ ടാലി ചെയ്യാനായിട്ട്. അദ്ദേഹത്തിന് മുമ്പ് പെൻഷനായവർക്ക് പോലും ഇപ്പോഴും ആ മൊത്തം പെൻഷനറി ബെനിഫിറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അദ്ദേഹം ഡാനിയലച്ചൻ പറഞ്ഞതനുസരിച്ച് സ്ഥിരമായി അദ്ദേഹം ഈ നിയോഗം പറഞ്ഞ് ബൈബിൾ വായിക്കുകയും അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ജെറമ്യ 20:11 ഞാൻ ആ വാക്യം വായിക്കാം. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും. അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. ഈ വചനം അദ്ദേഹം തുടർച്ചയായി പ്രാർത്ഥിക്കുകയും അദ്ദേഹം ഉരുവിടുകയും ചെയ്തു. ആയതിൻ്റെ ഫലമായി ജൂൺ 9 ശനിയാഴ്ചത്തെ ധ്യാനത്തിൽ ഒരാളുടെ പെൻഷൻ്റെ തടസ്സം മാറുന്നതായി സന്ദേശം പറയുകയും അദ്ദേഹം അത് ഉറച്ച് വിശ്വസിച്ച് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 4 വർഷത്തെ സർവീസ് മാത്രം കണക്കാക്കി 14 വർഷത്തെയും പെൻഷൻ കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. കൈയടിച്ചേ, ഉറക്കെ യേശുവേ ഒറ്റ വിളി വിളിച്ചേ. ഹല്ലേലൂയ. ഇനിയും ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് എൻ്റെ മകൾക്ക് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി മാതാവിനോട് പ്രത്യേകം യാചിച്ച് പ്രാർത്ഥിച്ചു. എക്സാം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് 100 പേരെ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് 3 പേർക്ക് മാത്രമേ ജോലി ലഭിച്ചുള്ളൂ. അതിലൊന്ന് എൻ്റെ മകളായിരുന്നു. ഒന്ന് കൈയടിച്ച ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇനിയും ഒരു സഹോദരൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്.
ധ്യാന കേന്ദ്രത്തിൽ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയിൽ വെച്ച് പരിശുദ്ധാത്മാവ് എനിക്ക്, ഒരു സഹോദരി എഴുതിയിരിക്കുന്നതാണ്, പ്രാർത്ഥനയിൽ വെച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് എൻ്റെ വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ തീ കത്തുന്നതും ഉടനെ അവിടേക്ക് പോകണമെന്നും കാണിച്ചു തന്നു. പനി കാരണം വാഹനം ഓടിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ദൈവത്തോടും മാതാവിനോടും പ്രാർത്ഥിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ദൈവം എന്നെ യാതൊരു ട്രാഫിക് തടസ്സങ്ങളും ഇല്ലാതെ പെട്ടെന്ന് വീട്ടിലെത്തിച്ചു. 20 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ വീട്ടിൽ തീ കത്തുമായിരുന്നു. ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്തു. ഒരു വലിയ ദുരന്തത്തിൽ നിന്നും മാതാവ് അവരെ രക്ഷിച്ചു. നമുക്ക് കൈയടിച്ച് മാതാവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് കർത്താവിൻ്റെ ഈ അനുഗ്രഹങ്ങൾക്ക് ധാരാളം സാക്ഷ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ തിരഞ്ഞെടുത്ത 3-4 എണ്ണമാണ് നമ്മളിവിടെ നിങ്ങളുടെ അറിവിലേക്കായി വായിച്ചത്. എന്നാലും ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ ഉറക്കെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ നിയമങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സ്വർഗീയ മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ ദേവമാതാവിനോട് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട്, കൃപ നിറഞ്ഞ മാതാവേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ മധ്യാഹ്ന ശുശ്രൂഷയിൽ കർത്താവ് ശക്തമായി നമ്മളെ അനുഗ്രഹിക്കുന്നതിന് ആഗ്രഹിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ ഓരോ ആഴ്ചയായി ചൊരിഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ കർത്താവ് വന്ന് ഇടപെടും. ദൈവത്തിൻ്റെ സഹായം നമുക്ക് കിട്ടും. കർത്താവ് ഈ ഒരു അന്തരീക്ഷത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഈ ആലയത്തിൽ വരുമ്പോൾ തന്നെ കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും അനേകർ അനുഭവിക്കുന്നുണ്ട്. അനേകം ആളുകളുടെ ജീവിതത്തിൽ കർത്താവ് അത് പ്രത്യേകമായി സവിശേഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് ഈ ആലയത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്നലെ നമുക്കറിയാം, ഒത്തിരി അഭിഷിക്തർ വന്ന് ഒരു ആശീർവാദം തരാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടായിലച്ചനും ബിനോയ് അച്ഛനും കൂടി നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഈ ഏപ്രിൽ 8 ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് തന്നെ, അത് എനിക്ക് തോന്നുന്നു 2-ാം തീയതിയാണെന്ന് തോന്നുന്നു, അച്ഛൻ വന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. വരുന്ന വഴികളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ധ്യാനകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനാലച്ചൻ വന്ന് ഈ സെൻറ്ററിനെ പ്രത്യേകം ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ഫോണിലൂടെ അച്ഛൻ വയ്യാതെ കിടന്ന സമയത്ത് പ്രത്യേകം ആശീർവാദം തന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ വന്ന് പ്രത്യേകം ഈ സെൻറ്ററിനെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വലിയ കരുണയായിട്ടാണ് ഇതിനെയെല്ലാം ഞാൻ കാണുന്നത്. കാരണം നമ്മളെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അതിനുള്ള അവസരം, ബഹുമാനപ്പെട്ട കൊച്ചുമാത്തി അച്ഛൻ നമ്മളോടൊപ്പം വളരെ സ്നേഹത്തിലാണ്, ശുശ്രൂഷയിൽ വളരെ താല്പര്യത്തോടു കൂടിയാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളെയും സ്നേഹിച്ച് കാണുന്നത്. ഇങ്ങനെ എല്ലാവരും തന്നെ, ഒരാൾക്കും തിരുവനന്തപുരത്തെ ധ്യാന കേന്ദ്രത്തോട് അകൽച്ചയില്ല. ജനതകൾ കണ്ടിടട്ടെ, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ദൈവമേ, ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. എന്നീ കൂട്ടായ്മയിൽ അങ്ങയുടെ അത്ഭുതകരം വെളിപ്പെടട്ടെ. തകർന്ന ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും അങ്ങയുടെ അത്ഭുതകരം വെളിപ്പെടട്ടെ. തകർന്നു കഴിയുന്ന ഓരോ കുടുംബത്തിന് മേലും അങ്ങയുടെ അത്ഭുതകരം വെളിപ്പെടട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
പിതാവേ, ഈ ദേശത്തിന്റെ മേലും ഈ ആലയത്തിന്റെ മേലും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ജനത്തിന്റെ മേലും പഴയ നിയമ ജനതയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ജനതയ്ക്കും മറക്കാനാവാത്ത അത്ഭുതം നീ ചെയ്തതുപോലെ അങ്ങിറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉയർത്തിയടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ദൈവമേ, അപ്പോസ്തല പ്രവർത്തനം 4:30 പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധദാസനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അങ്ങ് കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ ശക്തരാക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 14:3 പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ ശക്തി നൽകിക്കൊണ്ട് അവിടുന്ന് കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ നാമം, അവിടുത്തെ പരിശുദ്ധമായ ശക്തി കർത്താവേ, അവിടുത്തെ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് പരിശുദ്ധ രക്തത്തിൽ നിന്ന് ശക്തി ഒഴുകി ലൂക്കാ 5:17-19 വചനത്തിന്റെ അധികാരത്തിൽ ആയിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും കർത്താവേ നിന്റെ സാന്നിധ്യം അയക്കണമേ, നിന്റെ ശക്തി അയക്കണമേ. കർത്താവേ, ആത്മാവിനെ അയക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിന്റെ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയേ, കരങ്ങളടിച്ച് സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരെ കർത്താവേ, ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ആത്മാവിൽ പ്രവചിക്കണം. മടുപ്പ്, മന്ദത, ക്ഷീണം, അലസത, എതിരായ തെറ്റായ നിഷേധാത്മകമായ എല്ലാ ശക്തികളും കർത്താവേ
മടുത്തുപോയ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ, തടുത്തുപോയ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ, എന്റെ ജീവിതം കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല, ഞാൻ രക്ഷപ്പെടില്ലെന്ന് വിചാരിക്കുന്ന ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ, കർത്താവേ, അവിടുത്തെ അഗ്നി ഇറങ്ങി ഹൃദയങ്ങളെ തീപിടിപ്പിക്കണമേ, ശരീരങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, വിണ്ടുകേറിയതിനെ ബലപ്പെടുത്തണമേ, ദുർബലമായതിനെ ശക്തിപ്പെടുത്തണമേ, തളർന്നതിന് ബലം കൊടുക്കണമേ, കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ നിന്റെ ശക്തി ഞങ്ങളെ സന്നദ്ധരാക്കണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. നന്നായിട്ട് കരങ്ങളടിച്ച് അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിട. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിട. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആകാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മൽ മലയിൽ ബാലിന്റെ 480 പ്രവാചകന്മാരെ, അക്ഷേരാദേവതയുടെ 400 പ്രവാചകന്മാരെ സാക്ഷി നിർത്തി, കർത്താവേ, അങ്ങ് മാത്രമാണ് സത്യദൈവമെന്ന്, അങ്ങ് ഈ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങിലേക്ക് തിരിച്ചു വിളിക്കുന്നെന്നും, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും, ഞാൻ അങ്ങയുടെ പരിശുദ്ധ ദാസനാണെന്നും ഈ ജനമറിയേണ്ടതിന് ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഒരു പ്രവാചകൻ ഒറ്റയ്ക്ക് ഒരു രാജ്യത്തെ, ഒരു സാമ്രാജ്യത്തെ, രാജാവിനെ, രാജ്ഞിയെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ദൈവമേ നിന്റെ സന്നിധിയിലെ കരങ്ങൾ ഉയർത്തുമ്പോ അവന് വേണ്ടി ആകാശം പിളരുകയും തീ ഇറങ്ങുകയും അഭിഷേകത്തിന്റെ അഗ്നി ആളി കത്തുകയും ചെയ്തതുപോലെ ഈ കാർമൽ മലയിൽ ഇന്ന് നിന്റെ തീ ഇറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് കർമ്മയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ,
ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഇറങ്ങി ആവശ്യിക്കണം. എല്ലാ ഹൃദയങ്ങളിലും അങ്ങ് ഇറങ്ങി നിറയണം. ആത്മാവേ ഞങ്ങൾ വന്ന് നിറയണം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ 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 ഹല്ലേലൂയ 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 കർത്താവായ ദൈവമേ, അങ്ങ് മാത്രമാണ് സത്യദൈവമെന്നും അങ്ങ് ഈ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങിലേക്ക് തിരിച്ചു വിളിക്കുന്നെന്നും ഈ ജനമറിയേണ്ടതിന് കർത്താവേ അങ്ങയുടെ തീ ഇറങ്ങണമേ. ദൈവമേ, ഈ മധ്യാഹ്നത്തിൽ എല്ലാ ഹൃദയങ്ങളും തീപിടിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും കർത്താവേ ദൈവസ്നേഹത്തിന്റെ, അഭിഷേകത്തിന്റെ, കൃപയുടെ, വചനത്തിന്റെ തീ കത്തണമേ. കർത്താവായ ദൈവമേ, തണുത്തുപോയ ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, ചൂടുപിടിപ്പിക്കണമേ, ശക്തമാക്കണമേ. കർത്താവേ, തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ലെന്ന് വിചാരിക്കുന്ന ജീവിതങ്ങളെ നീ എഴുന്നേൽപ്പിക്കണമേ. പരാജയപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ കർത്താവെ നീ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, നിന്റെ ശക്തി കൊണ്ട് എല്ലാ മക്കളും നിറയപ്പെടണമേ. ഈ ആലയത്തിനകത്തും പുറത്തുമായിരുന്നു കർത്താവേ, ശബ്ദപരിധിക്കകത്ത് നിന്ന് ഈ വചനം ശ്രവിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന എല്ലാ കുടുംബങ്ങളും കർത്താവേ ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ നീ ഇടയാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇടത് കൈക്ക് ശക്തമായ വേദനയുമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യം നൽകുന്നതായി വെളിപ്പെടുത്തുന്നു. സ്പോണ്ടിലോസിസ് രോഗം, കഴുത്തിന്റെ പിൻഭാഗത്ത് അതിശക്തമായ വേദന മൂലം ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ശരീരത്തിൽ വലിയ വേദന സഹിക്കുന്ന ഒരു ചേട്ടന്റെ മേൽ കർത്താവിന്റെ ശക്തി കടന്നു വരുന്നു. സൗഖ്യം പൂർണ്ണമായി വ്യാപരിക്കുന്നതായി അമ്മ വെളിപ്പെടുന്നു. പ്രവീൺ എന്ന പേരുള്ളൊരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. സ്തുതിച്ച മക്കളെ ഹല്ലേലൂയ. കെട്ടുതാലി പോലും പണയം വെച്ച് ആ അവസ്ഥയിലെത്തി ദാരിദ്ര്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്ന ഒരമ്മ, മക്കളിലൂടെ നിന്റെ കുടുംബത്തെ ഞാൻ ഉയർത്തും എന്ന് ഈശോ വാഗ്ദാനം തന്ന്
ആ അമ്മയെ ആശ്വസിപ്പിക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ ഒരുമിച്ച് യാചിക്കുന്നു. ഉച്ചത്തി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്ന വലിയ അനുഗ്രഹം, ഈ ധ്യാന കേന്ദ്രത്തെയും ഈ സ്ഥലത്തെയും ഈ സാഹചര്യങ്ങളെല്ലാം ഓർത്ത് എപ്പോഴും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് അത്ഭുതകരമായി നമ്മളെ നയിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ദൈവം അനേക അനുഗ്രഹങ്ങൾ, അതിലേതാനും കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വെളിപ്പെട്ട് കിട്ടുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ ഒരാൾ വിചാരിക്കരുത് ഇത്രയേ ഉള്ളൂ, ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കരുത്. വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഓരോ ദിവസവും. അതായത് കഴിഞ്ഞ ദിവസം കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം തന്നു. അത് എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഞാൻ വിചാരിച്ചത് അത്ര ഡീസൻറ്റ് സന്ദേശമല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് ഈ ശോധനയ്ക്ക് ബുദ്ധിമുട്ടുള്ള, ടോയ്ലറ്റിൽ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള, ചോര വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നുള്ള, അസ്വസ്ഥത മാറുന്നു എന്നുള്ള ഞാൻ പിന്നെ കടിച്ചു പിടിച്ചങ്ങ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു അപ്പച്ചനെ ഞാൻ കണ്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, 45 വർഷമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന രോഗമാണത്. ഈ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള ഈ അസ്വസ്ഥത, ഈ ബുദ്ധിമുട്ട്, അത് ആ ക്ഷണനേരത്തിൽ കർത്താവ് എടുത്തു മാറ്റി, കർത്താവ് സുഖപ്പെടുത്തി. ചെറിയ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ദൈവം ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ സന്ദേശം പറയും, ചിലപ്പോൾ ഒന്നും പറയില്ല, ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയാതിരിക്കും. പക്ഷെ കർത്താവ് ഇടപെടുന്നുണ്ട്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പൗണ്ടിൽ നിങ്ങൾ കാലുകുത്തുമ്പോൾ തന്നെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.